ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്ന വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഫ്ലാക്സീഡ് ഇപ്പം ശരിക്കും സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിയാണ്. നമ്മളും ഇന്ന് അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിലിനും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒന്നാണ് ഫ്ലാക്സീഡ്. ശരിക്കും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ശരിക്കും നിങ്ങൾ മിസ് ചെയ്യരുത്, ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അതുപോലെ ഒരു 30 ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി നിങ്ങൾ ഒരു സ്കെയിൽ വെച്ച് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് മാത്രം മുടി വളരുന്നതായിരിക്കും. അതുപോലെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലിന് കുറവും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു എഡ്ജു ഡീറ്റെയിൽസ്. ഇത് ശരിക്കും ഫ്ലാക്സീഡ്, ഇതിന് മലയാളത്തിൽ പറയുന്നത് ചണവത്ത് എന്നാണ് കേട്ടോ. ശരിക്കും പണ്ടൊക്കെ ഇത് കിട്ടാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിന്റെ യൂസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് യൂസ്ഫുൾ ആണിത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ എല്ലാ കടകളിലും ഇത് ലഭ്യമാണ്. അപ്പോൾ ഇത് ശരിക്കും കഴിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ സ്മൂത്തിയിലൊക്കെ അടിച്ച് യൂസ് ചെയ്യുന്നവരുണ്ട്, ഇത് ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇത് നമ്മൾ ജെല്ല് ഫോമിലാണ് ഹെയർ ഫോളിനും ഹെയറിന്റെ ഗ്രോത്തിനും നമ്മൾ യൂസ് ചെയ്യാറ്. ശരിക്കും അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ശരിക്കും ഞാൻ ജെൽ ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. വളരെ യൂസ്ഫുൾ ആയിരുന്നു എനിക്ക്. നമ്മൾ പറയാമല്ലോ, നമ്മുടെ തലയ്ക്കൊക്കെ ഒരു തണുപ്പൊക്കെ കിട്ടുകയും നമ്മുടെ ആ ഒരു ഹെയറിന്റെ ആ ഒരു ഫ്രിസി ആയിട്ട് കിടക്കുന്ന ഹെയർ, അതുപോലെ പൊട്ടി പൊട്ടി കിടക്കുന്ന ഹെയർ ഒക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ അതൊന്ന് ഒതുങ്ങി നല്ല ഹെൽത്തി ആയി. അതുപോലെ വോളിയം ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഹെയറിന് കുറച്ചുകൂടെ നീളം വെച്ചു. ഇപ്പോൾ കട്ട് ചെയ്താലും കുറച്ചുകൂടെ നീളമൊക്കെ വെച്ച് വരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, പണ്ടൊക്കെ കുളിക്കാനൊക്കെ കയറുമ്പോൾ നല്ല രീതിയിൽ ആ മുടി നമുക്ക് ആ മുടി പൊഴിഞ്ഞു പോകുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ നിറച്ച് മുടിയായിരുന്നു. ഇത് കണ്ടത് നമ്മുടെ പണ്ടത്തെ ഹെയർ ആണ് കേട്ടോ. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്ന മുടിയാണ്, നല്ല വോളിയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല, ഇപ്പോൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ആ ഒരു ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ ആ ഒരു മീഡിയം സമയത്ത്, നമ്മുടെ ആ ഒരു മെറ്റേണിറ്റി സമയത്തൊക്കെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ വന്നു. നമ്മൾ എത്രത്തോളം ഒക്കെ കട്ട് ചെയ്തു, നമ്മുടെ ഹെയർ ഭയങ്കര തിന്നായി പോയിരുന്നു. നിങ്ങൾ നോക്കിക്കേ, നമുക്കറിയാൻ പറ്റും നമ്മുടെ കോൺഫിഡൻസിനെ നന്നായിട്ട് ബാധിക്കും ഈ നല്ല രീതിയിൽ ഈ മുടി കൊഴിച്ചിലൊക്കെ വന്നു കഴിയുമ്പോൾ. അങ്ങനെയൊക്കെ വന്നിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് സജസ്റ്റ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കാൻ. ആദ്യം എനിക്ക് മടിയായിരുന്നു, പക്ഷെ അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പരീക്ഷിക്കാമെന്ന്. അങ്ങനെ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കി. എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. ശരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്സ് ആണ് എടുത്തത്. ഷിയ സീഡ്സ് എന്ന് വായിൽ വരുന്നു, കാരണം ഷിയ സീഡ്സിന്റെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പിൽ ഇട്ടിരുന്നു. അത് ശരിക്കും നമുക്ക് ഡൈജഷനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന, അതുപോലെ വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഷിയ സീഡ്സ്. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം. അത് ശരിക്കും നമ്മൾ സ്മൂത്തി ഒക്കെ അടിക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ ഫ്ലാക്സ് സീഡ്സും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ഫ്ലാക്സ് സീഡ്സ് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് എടുത്തു. അതിനുശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. പിന്നെ അതുപോലെ നമുക്ക് പറയാനുള്ളത്, ശരിക്കും ഈ ഫ്ലാക്സ് സീഡ്സ് നമ്മൾ കഴിക്കുന്നവരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും കഴിക്കരുത്, ഓവർഡോസ് ആകും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖമുള്ളവരോ ഹെൽത്ത് കൺസേൺ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഡോക്ടേഴ്സിന്റെ ഒരു പെർമിഷനോട് കൂടി വേണം ചെയ്യാനായിട്ട്. എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യണം. ഇപ്പൊ ജെല്ലായിട്ട് യൂസ് ചെയ്യുന്ന പ്രത്യേക ഇതിന് അലർജി ഉള്ള ഒന്നല്ല. ഇതുവരെ നമുക്കും അങ്ങനെ ഒരു അനുഭവം ഇല്ല കേട്ടോ. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. നമ്മൾ തിളപ്പിക്കുമ്പോൾ ഇതൊരു ജെല്ല് ഫോമിലേക്ക് വരുന്നുണ്ട്, നല്ല തിക്കായിട്ട് ആ തിളച്ചു വരുന്നത്. ആ തിളച്ചു വന്നതിന് ശേഷം നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിനെ നമ്മൾ തണുക്കാൻ വെക്കണം. നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞ് ഒന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് തണുത്ത് അതൊരു തിക്ക് ജെല്ല് ഫോമിലേക്ക് വരും. കണ്ടോ, നല്ലതായിട്ട് തിളയ്ക്കുന്നത്. ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ. ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചില്ല ഇത്രയും ഗുണമുണ്ടാകുന്ന. കാരണം ആദ്യത്തെ പ്രാവശ്യം തന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നത്. നമ്മൾ ഇപ്പൊ തണുത്ത് അത് നമ്മളൊന്ന് അരിക്കുകയാണ്. നമ്മളൊരു പാത്രത്തിലേക്ക് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് ആ ഗ്ലാസ്സിലേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മളിപ്പോൾ ഇതിന്റെ ബാക്കി വരുന്ന സീഡ് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബോഡി സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നല്ലതാണ്, കാരണം വൈറ്റമിൻ ഇ റിച്ച് ആണ്. അപ്പൊ സ്കിന്ന് സോഫ്റ്റ് ആകും. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം ഒത്തിരി ബാക്കി വരുന്നവരാണെങ്കിൽ പിറ്റേ ദിവസം വന്നത്തേക്ക് ഈ ഒരു ഇത് മാറ്റി വെച്ചിട്ടൊന്ന് തിളപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ കൂടുതൽ യൂസ് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ ജെല്ല് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കേടുകൂടാതെ ഒരാഴ്ച വരെ നമുക്ക് ഇരിക്കും അത്. പക്ഷെ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ ഫ്രഷ് ആയിട്ടാണ് ഇതുവരെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ ജെല്ല് നമ്മൾ എടുക്കുകയാണ്. എന്തോ
ശരിക്കും നമുക്കൊരു ഓഫൊക്കെ കിട്ടുന്ന ദിവസം നമ്മൾ ഇതൊന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലയ്ക്കൊക്കെ ആണെങ്കിലും നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും. അധികം പ്രയാസമൊന്നുമില്ല. ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ഈ ഒരു ഫ്ലാക്സ് ഇട്ടതിന് ശേഷം ഇച്ചിരി വെള്ളം എടുത്ത് തിളപ്പിക്കുന്നു. ജസ്റ്റ് ഒരു ശകലം നേരം തണുപ്പിക്കാൻ വെക്കുന്നു. അധികം പ്രയാസമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മുടിക്ക് വളരെ ഹെൽത്തും അതുപോലെ തന്നെ ഒത്തിരി ബെനിഫിറ്റ് തരുന്നുണ്ട്. അപ്പം ശരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ആരും മിസ് ചെയ്യരുത്. അതുപോലെ ഇതിന്റെ ഗുണങ്ങൾ കണ്ടു. ഇതിനകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അത് ഹെയർ റൂട്ടിനെ സ്ട്രെങ്ത് ചെയ്യും. അതുപോലെ എൻകറേജസ് തിക്ക് സ്ട്രോങ് ഹെയർ. അതുപോലെ ഇതൊരു നാച്ചുറൽ കണ്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ ഒരുപാട് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പോൾ സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. ശരിക്കും ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മൈൽഡ് ഷാമ്പു ഒഴിച്ചു കഴുകി കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഹെയർ നല്ല, നമ്മൾ കണ്ടീഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ എങ്ങനെ സോഫ്റ്റ് ആകുമോ അതുപോലെ തന്നെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് ആ വാഷ് ചെയ്യുന്ന സമയത്ത് കിട്ടിയത്. അത് എനിക്ക് വളരെയധികം നമ്മൾ പറയത്തില്ല ഇത് വർക്ക് ചെയ്യും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. കാരണം ഞാൻ അത് കണ്ടപ്പോൾ തന്നെ, ആ ഹെയറിൽ തൊട്ടപ്പോൾ തന്നെ ആ ഒരു ഹെയറിന് ഒരു വ്യത്യാസം കണ്ടു. അത് കുടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഹെയർ നമ്മൾ ഒന്ന് ഡ്രൈ ചെയ്തപ്പോൾ തന്നെ ശരിക്കും ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ കിടക്കും. പക്ഷെ സ്ട്രെയിറ്റ് ഒന്നും ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ ആ ഹെയർ കിടന്നു. അപ്പോൾ എനിക്ക് വളരെയധികം ഹാപ്പി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് കണ്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് ഉള്ള ഈ വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് സ്കാൽപ്പിന് നല്ല ഒരു ഹൈഡ്രേഷൻ കൊടുത്തിട്ട് ഡ്രൈനെസ്സിനെ പ്രിവെന്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത് കൊളസ്ട്രോളിന്, ബ്ലഡ് പ്രഷർ ഒക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതിന് ഗട്ട് ഹെൽത്തിന്, അതായത് കോൺസ്റ്റിപ്പേഷനൊക്കെ പ്രിവെന്റ് ചെയ്ത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് കണ്ട് നല്ല ജെൽ ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ഈ ജെല്ലാണ് നമ്മൾ എടുത്തത്. നമ്മളൊരു സ്പൂൺ എടുത്ത് നമ്മൾ നോക്കിയാണ് കേട്ടോ, നല്ല ജെല്ല് പോലെ തന്നെ ജെല്ലി ആയിട്ടാണ് കിട്ടുന്നത്. ഇത് നമ്മൾ 2 കൈയിലേക്കും എടുത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ 2 കൈ കൊണ്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഹെയറിലേക്ക് നല്ല രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ആ സ്കാൽപ്പിലെ എല്ലാ ഏരിയയിലും എത്തും. അതുപോലെ തന്നെ ഓരോ മുടിയിലേക്കും എത്തും. എന്നിട്ട് നല്ല രീതിയിൽ അത് ആ ഹെയറിന്റെ എൻഡ് വരെ നമ്മൾ പിടിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ്, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു 15 മിനിറ്റ് വെക്കുക. ചിലർ ഹാഫ് ആൻ അവർ വരെ വെക്കാറുണ്ട്. അത് കൂടുതൽ വെക്കരുത്. കാരണം ഇത് ഒരു തണുപ്പുള്ളത് കൊണ്ട് ചിലപ്പോൾ പനി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. തലയിൽ വെള്ളം ഇറങ്ങുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് തണുപ്പുള്ള രാജ്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് മാക്സിമം മതി. അതിനുശേഷം നിങ്ങൾ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് ഇതിനെ കഴുകിക്കളയുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നല്ലൊരു എഫക്റ്റാണ് നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾക്ക് തന്നെ ആ ഒരു ഫീലിങ്സ് അനുഭവിക്കാൻ പറ്റും. ശരിക്കും ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അങ്ങനെ ഒരു ഫീലിങ്സ് ആണ് കിട്ടിയത്. കണ്ടോ, നമ്മൾ ആ തലയിൽ സ്കാൽപ്പ് മുതൽ മസാജ് ചെയ്ത് കൊടുത്ത് താഴെ വരെ നമ്മൾ ആ ഒരു ജെല്ല് പിടിപ്പിച്ചു കൊടുത്തു. നല്ല രീതിയിൽ നമ്മളത് തേച്ച് പിടിപ്പിച്ചു കൊടുത്താണ്. കണ്ടോ, നല്ല രീതിയിൽ നമ്മളത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് കെട്ടി കുറച്ച് നേരത്തേക്ക് വെക്കുക. അത് കഴിഞ്ഞ് നമ്മളത് നല്ലൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ വാഷ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. വിത്തിൻ 30 ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത്, മുടി കൊഴിച്ചിലൊക്കെ കുറയുകയും ഒക്കെ ചെയ്യും. അതുപോലെ ഹെയർ നല്ല പൊട്ടിപ്പോകുന്നതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.